കൊടുത്ത പൈസ പലിശ സഹിതം തിരിച്ചു തരണമെന്നും അല്ലാത്ത പക്ഷം വക്കീലിനെതിരെ കള്ളപ്രചരണങ്ങൾ നടത്തി ഒരുപാട് പൈസ തന്നിട്ടുണ്ടെന്നും ആ പൈസയും ഞാൻ ഇതിൽ നിന്ന് പലിശ സഹിതം ലാഭം സഹിതം ഈടാക്കുമെന്നുള്ള ഒരു എക്സ്റ്റോർഷനാണ് ഈ കുറഞ്ഞ ദിവസങ്ങളിലായിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് BA ആളൂർ തനിക്കെതിരായ ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണമാണ് നടത്തുന്നത്. തൻ്റെ കക്ഷി തന്നെ ആയിട്ടുള്ള ഒരു യുവതിയാണ് അഡ്വക്കേറ്റ് BA ആളൂരിനെതിരെ പരാതി കൊടുത്തത്. കേസ് നടത്തിയ സമയത്തുള്ള സാമ്പത്തിക ഇടപാടും മറ്റും യുവതിയെ ഉപദ്രവിച്ചു എന്നുള്ള പരാതിയുമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അഡ്വക്കേറ്റ് BA ആളൂർ സമീപിച്ചിരുന്നു. ഹൈക്കോടതിയിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട വിധി വന്നിരുന്നു. പലപ്പോഴായി 3 ലക്ഷത്തിലധികം രൂപ അഡ്വക്കേറ്റ് BA ആളൂർ വാങ്ങിയിട്ടുണ്ട്. കമ്മീഷണർക്ക് നൽകാൻ എന്ന പേരിലും ജഡ്ജിയുടെ പേരിലുമൊക്കെയാണ് പണം കൈമാറിയത് എന്നാണ് ബാർ കൗൺസിലിന് നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നത്. അനുകൂലമായ വിധി സമ്പാദിക്കാനാണ് എന്നാണ് പരാതിയിലുള്ളത്. ഇപ്പോൾ BA ആളൂർ പറയുന്നത് ഇത്തരത്തിൽ പോയാൽ വക്കീൽമാർക്ക് കേസ് നടത്താൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണ്. കക്ഷികൾ ഒരു സമയത്ത് വിശ്വസിച്ച് കേസ് ഏൽപ്പിക്കാൻ നടത്തുകയും അതുപോലെ കേസിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുകയും പിന്നീട് വക്കീലന്മാർക്കെതിരായിട്ട് പരാതി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ ഈ പ്രൊഫഷൻ നടത്താൻ പറ്റില്ല. വക്കീൽ പ്രൊഫഷൻ ജോലി ചെയ്യുവാൻ ബുദ്ധിമുട്ടാണ്. പ്രധാനമായിട്ടും സ്ത്രീകൾ പരാതിക്കാരോ അല്ലെങ്കിൽ സ്ത്രീകൾ കക്ഷികളോ ആയിട്ട് വരുന്ന കേസുകളിൽ ജഡ്ജിമാർക്കും അഭിഭാഷകരും വലിയൊരു പ്രതിസന്ധി ആണ് അനുഭവിക്കുന്നത്. ഈ ജോലി ഇനി മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റുന്ന അവസ്ഥയിലല്ല എന്നിപ്പം BA ആളൂർ തുറന്നു പറയുകയാണ്. വളരെ നിഷ്കളങ്കമായ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് തെറ്റായ അല്ലെങ്കിൽ ഫേക്കായ കാര്യങ്ങൾ അഭിഭാഷകർക്കെതിരെ കൊണ്ടുവരുന്നു. ഇത് ടു ഡിഫിക്കൽട്ട് ടു എ ലോയർ ടു പ്രാക്ടീസ്. പ്രത്യേകിച്ചും ലേഡീസ് കക്ഷികളുള്ള ലോയർമാർക്ക് ഒരിക്കലും ഇനി ഈ തരത്തിലുള്ള ഒരു ജോലി ചെയ്യാൻ സാധ്യമല്ല. ഇത് വക്കീലന്മാരുടെ കാര്യത്തിലല്ല, നാളെ പോലീസിൻ്റെ കാര്യത്തിലായാലും ഡോക്ടർമാരുടെ കാര്യത്തിലായാലും ആരുടെ കാര്യത്തിലായാലും ഈവൻ ബഹുമാനപ്പെട്ട ജഡ്ജിമാർക്കെതിരെയും ആരോപണങ്ങൾ വരുന്നതും ഇത്തരത്തിലുള്ള 354 വെച്ചുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നാൽ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി അന്വേഷണം മിനിമമെങ്കിലും ഒരു ചെറിയ അന്വേഷണമെങ്കിലും നടത്തിയിട്ടാണ് FIR രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ കേസ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ മീഡിയയുടെ മുന്നിൽ മീഡിയയെ വിളിച്ച് സോഷ്യൽ മീഡിയയെ വിളിച്ച് അഡ്വക്കേറ്റ് ആളൂരിനെ നാറ്റിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തെ നാമാവശേഷമാക്കും. നോക്കൂ, ഞാൻ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർകൾ പറഞ്ഞതുപോലെ എൻ്റെ കൈകൾ ശുദ്ധമാണ്. ഈ ശുദ്ധമായ കൈകൾ കൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ വിട്ടുപോയ എൻ്റെ മാതാപിതാക്കളെ ഞാൻ മുന്നിൽ നിർത്തിക്കൊണ്ട് വിശ്വസിക്കുന്നു. ഈ തെറ്റായ കാര്യങ്ങൾക്ക് മറുപടി ദൈവം തന്നെ അവർക്ക് കൊടുക്കും. അവർക്കെതിരെ ഒരു റിറ്റാലിയേഷൻ നടത്താനോ അവർക്കെതിരെ ഒരു ശക്തമായ വാദങ്ങൾ കൊണ്ടുവന്ന അവരെ ഞാൻ തോക്കെടുത്ത് ചൂണ്ടിക്കാണിച്ചു എന്നാണ് പറയുന്നത്. എന്തെല്ലാം തെറ്റായ ആരോപണങ്ങൾ, ഇതിൻ്റെ പിന്നിലുള്ള വ്യക്തികൾ ആരൊക്കെയാണ്, ഇതാണ് ഇവിടുത്തെ കമ്മീഷണർ ഓഫ് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. തീർച്ചയായിട്ടും അതിനുള്ള കരുനീക്കങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും കോടതി മുറികളിലും കോടതികളിലും ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫേക്ക് കേസുകൾ ആർക്കെതിരെയും കൊടുക്കാൻ സാധിക്കും. സ്ത്രീകൾക്കുള്ള ഏറ്റവും വലിയ പിൻബലം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു തെറ്റായ ഒരു ഫേക്ക് കേസ്, അതും പീഡന കേസ് കൊടുക്കുക, അത് റിപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള ഓരോ മാധ്യമപ്രവർത്തകരും ഇതിനു പിന്നിൽ ആ വ്യക്തിക്കുണ്ടാകുന്ന മാനഹാനി എന്താണ്, ചെയ്യാത്ത വ്യക്തികൾക്ക്, ചെയ്യുന്ന കുറ്റം ചെയ്യുന്നവർക്കെതിരെ നിങ്ങൾ റിപ്പോർട്ട് കൊടുത്തോളൂ, അത് വിശദമായി പറഞ്ഞോളൂ. പക്ഷേ ഇല്ലാത്ത ഒരു കാര്യം പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ആളൂരിനെതിരെ ഇനിയും കേസുകൾ വരാൻ സാധ്യത, രണ്ടാമതൊരു കേസ് കൂടി ഇനിയും വരാൻ, ഇത്തരത്തിലുള്ള റിറ്റാലിയേഷന് വേണ്ടി ഇത്തരത്തിലുള്ള ഓരോ ഗൂഢാലോചന സംഘത്തിലെ ആളുകളും ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ വളരെ ഭവ്യതയോടെ ഓരോരുത്തരും പറയുന്നു, ഓരോ വ്യക്തികളോടും പറയുന്നു, എൻ്റെ ക്ലയൻസിനോടും. ഇതിൽ ഏറ്റവും വലിയ ദുഃഖം എൻ്റെ ക്ലയൻസിനാണ്. 100% അനീതിപരമായ കാര്യമാണ്, തെറ്റായ കാര്യമാണ് ഇത് എന്ന് എൻ്റെ
സ്ത്രീ ക്ലയൻസ് പറയുന്നു, ഇവിടെ വരുന്ന ഓരോ ക്ലയൻസും പറയുന്നു, സാറേ ഇത് കള്ളക്കേസല്ലേ എന്ന്. ഞങ്ങളെ പോലുള്ളവരുടെ കേസ് നടത്താൻ വേണ്ടി ഞങ്ങൾ ദൈവത്തെ പോലെ അങ്ങയെ കാണുമ്പോൾ അങ്ങേക്കെതിരെ ഇങ്ങനെ ആരോപണം കൊണ്ടുവരുന്നത് ഞങ്ങളെ പോലുള്ള കക്ഷികൾക്ക് ദോഷമാകുന്നു. അവർ നേരിട്ട് മുന്നിൽ കണ്ട കാര്യങ്ങളാണ്, അവർ കോടതിയിൽ വന്ന് പറയാനും തയ്യാറാണ്. എൻ്റെ സ്റ്റാഫും എൻ്റെ ജൂനിയർ അഭിഭാഷകരുടെ മുന്നിൽ വെച്ച് നടന്ന സംഭവങ്ങളാണ്. അവരും കോടതിയിൽ വന്ന് പോലീസിന് വന്ന് പറയാൻ തയ്യാറാണ്. പക്ഷേ ഇവരുടെ പിന്നിൽ കളിക്കുന്ന ഓരോ പുതിയ ന്യൂ ലോയേഴ്സ്, അവർക്ക് തന്നെ അറിയില്ല എന്താണ് അവർ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ ഒരൊറ്റ വാക്കേ പറയുന്നുള്ളൂ, ഈ പറയുന്ന രണ്ട് കള്ളന്മാരുടെ മുന്നിൽ ക്രിസ്തുവിനെ ക്രൂശിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല. എന്നെ ഒരു ലേഡി സമീപിക്കുകയും ലേഡിയോടൊപ്പം മറ്റൊരു സഹോദരനും കൂടി ബാംഗ്ലൂരിൽ വന്ന് ഞങ്ങൾ ജോലി ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്, ഞങ്ങൾക്ക് ഈ പറയുന്ന ലേഡിയുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു കേസ് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ സമീപിക്കുന്നു. ഞാൻ പരാതി കൊടുക്കുന്നു. പരാതി ഏറ്റെടുക്കാൻ കഴിയാത്ത പോലീസ് ആ പോലീസിനെതിരെ ഇവിടെ ജില്ലാ കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നു. അങ്ങനെ സിറ്റി കമ്മീഷണർ എടുത്ത പരാതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുക്കാൻ പറഞ്ഞെങ്കിലും സ്വാധീനം ചെലുത്തിയതുകൊണ്ട് ആ കേസും രജിസ്റ്റർ ചെയ്യുന്നില്ല. അങ്ങനെ ആ കേസ് രജിസ്റ്റർ ചെയ്യാനായി ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള കേസായതുകൊണ്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് പോയി കേസ് രജിസ്റ്റർ ചെയ്ത് FIR രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശം വാങ്ങിക്കുന്നു. ഇതൊക്കെ ചെയ്തതിന് ശേഷം പ്രതികൾ എന്ന് പറയുന്നത് ഒരാൾ അഭിഭാഷകയാണ്, അത് മറ്റുള്ള പ്രതികൾ അവരുടെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ്. ആ കാരണങ്ങളാൽ അവർ ജില്ലാ കോടതിയെ സമീപിക്കുന്നു. അങ്ങനെ ജില്ലാ കോടതിയെ സമീപിച്ച സമയമാണ് അവർ വീണ്ടും എന്നെ സമീപിക്കുന്നത്. അവർക്കെതിരെയുള്ള ആരോപണങ്ങൾ ശക്തമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവർക്കെതിരെ 354 എന്ന വകുപ്പുകൾ ചേർത്തിട്ടും പോലീസ് അന്വേഷണം നടത്തിയില്ല. അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും എന്നെ സമീപിക്കുന്നു. ആ സമയത്താണ് ഈ സ്ത്രീയുടെ ഭർത്താവ് മരിക്കുന്നു എന്നുള്ള കാര്യവും ഞാൻ അറിയുന്നത്. അവൾ ബിസിനസ് ആവശ്യത്തിനായി പലപ്പോഴും ബാംഗ്ലൂരിൽ നിൽക്കുകയും പലപ്പോഴും ഇങ്ങോട്ട് ബാംഗ്ലൂരിൽ നിന്ന് വരികയും ചെയ്യാറുണ്ട് എന്ന് എന്നോട് പറയാറുണ്ട്. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഓരോ ദിവസവും കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പറയുന്ന 25 ലക്ഷവും 50 ലക്ഷവുമായി ഇടപാടുള്ള കക്ഷിയുടെ കേസിനെക്കുറിച്ച് പറയാൻ പാടില്ലെങ്കിലും ആ കേസുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് ഇടപാടുള്ള കേസ് സിവിൽ നേച്ചറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു സിവിൽ അന്യായം ഫയൽ ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അവർ വീണ്ടും എന്നെ സമീപിക്കുന്നു. അവരുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് കേസ് കൊടുക്കണമെന്നുള്ള കാര്യങ്ങൾ എന്നോട് പറയുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി ഈ പറയുന്ന മരിച്ച വ്യക്തിക്ക് എത്ര സ്വത്തുക്കളുണ്ട്, ഈ കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് പറയുന്നു. ഇതൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ എൻ്റെ ഒപ്പമുണ്ടായിരുന്ന ഒരു ജൂനിയർ, ആ ജൂനിയർ അഭിഭാഷകൻ വഴിക്കാണ് ഈ കക്ഷി എന്നെ സമീപിക്കുന്നത്. അങ്ങനെ ഈ കക്ഷി സമീപിച്ചു. അഡ്വാൻസ് പേയ്മെൻ്റായിട്ട് ഒരു തുക നൽകുന്നു. അതിനുശേഷമുള്ള പൈസ കൃത്യമായിട്ട് സമയാസമയങ്ങളിൽ തന്നുകൊള്ളാമെന്ന് എന്നോട് പല പ്രാവശ്യം പറയുന്നു. പക്ഷേ ആ ഫീസോ കാര്യങ്ങളോ തരാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ ആ അഭിഭാഷകനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വ്യക്തികളെയും അതുപോലെ ചില ജൂനിയർ അഭിഭാഷകരെയും എൻ്റെ ശത്രുക്കളെന്ന് കരുതുന്ന, സ്വയം കരുതി വിശേഷിപ്പിക്കുന്ന ഈ പ്രൊഫഷണൽ ജലസിയുള്ള പല അഭിഭാഷകരും ഞാൻ മഹാരാഷ്ട്രയിൽ നിന്ന്, പ്രത്യേകിച്ച് ബോംബെയിൽ നിന്നും പൂനെയിൽ നിന്നും അവിടെ പ്രാക്ടീസുള്ള സമയത്ത് കേരളത്തിലെ കേസുകൾ, മലയാളി ആയതുകൊണ്ട് കേരളത്തിലെ കേസുകൾ ഏൽപ്പിക്കുന്നതുകൊണ്ട് കേരളത്തിൽ വന്ന് കേസ് നടത്തുന്നതിൻ്റെ ഭാഗമായി ഇവിടെ വന്നപ്പോഴുള്ള പലരുടെയും ഒരു പ്രൊഫഷണൽ ജലസി, അത് ഈ പറയുന്ന ജൂനിയർ അഭിഭാഷകരോടും കൂടെ ചേർന്നുകൊണ്ട് എനിക്കെതിരെ ഒരു ഗൂഢാലോചന നടത്തി എന്നിൽ നിന്നും ഏത് വിധേനയും പൈസ തട്ടിയെടുക്കണം, അല്ലെങ്കിൽ എന്നെ എക്സ്റ്റോർട്ട് ചെയ്തുകൊണ്ട് എന്നിൽ നിന്ന് പൈസ തട്ടിയെടുക്കണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പരാതി വന്നത്. ഈ പരാതിക്ക് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് ഈ പറയുന്ന ഫീസുമായി ബന്ധപ്പെട്ട ഒരാരോപണവുമില്ല. ഞാൻ അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം ഈ ഓഫീസിൻ്റെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ കാര്യങ്ങളും പുറത്തിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും കാണാം. 2 സ്ത്രീകൾ തൊട്ടടുത്ത സോഫയിലുണ്ടായിരുന്നു. ഒരു അഭിഭാഷകൻ്റെ ഭാര്യയും ഒരു പോലീസിൻ്റെ ഭാര്യയും. തൊട്ട് പിൻഭാഗത്തും കുറേ ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ യാതൊരു സംസാരവും നടന്നില്ല എന്ന് പോലും അവർ പറയുന്നു. എന്നിരുന്നാലും എനിക്കെതിരെ ഒരു കള്ളക്കേസ് കൊടുത്തുകൊണ്ട് എന്നിൽ നിന്ന് എങ്ങനെയെങ്കിലും ലക്ഷങ്ങൾ ഊറ്റിയെടുക്കണം, തട്ടിയെടുക്കണം, എക്സ്റ്റോർട്ട് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെ ഈ പരാതി കൊടുത്തത്. അതിനുശേഷമാണ് ഈ പറയുന്ന കാര്യങ്ങൾ എന്നെ പോലീസ് അറിയിച്ചത്.
ഒരു കേസെടുത്തിട്ട് ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചു. അത് ബെയിലബിൾ ഒഫൻസാണ്. അതിൽ നിന്ന് ഹൈക്കോടതി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. അങ്ങനെ അന്വേഷണം നടത്തിയാൽ ഈ പറയുന്ന പെറ്റീഷണറായ എനിക്ക് പറയുന്ന കോടതിയിൽ പോയി ജാമ്യം എടുക്കാവുന്നതാണ്. ഇനി രണ്ടാമതൊരു കേസ് എന്ന് ഇപ്പോൾ ആരോപിക്കുന്നത്, കഴിഞ്ഞ 2 ദിവസം മുൻപ് വീണ്ടും ഒരു കക്ഷി എന്നെ സമീപിച്ചിരുന്നു. ആ കക്ഷിയുടെ കാര്യങ്ങൾ നടത്താനായിട്ട് ചെറിയ തുക എനിക്ക് നൽകുന്നതിനായി ഇവിടെ വന്നിരുന്നു. അതും ഈ ജൂനിയർ അഭിഭാഷകൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൂനിയർ അഭിഭാഷകനാണ്. ആ തുക അവരിൽ നിന്നും വാങ്ങിയെടുക്കുകയും ഇത്ര തുക കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പോലും എന്നെ അറിയിക്കാതെ അവരിൽ നിന്ന് 5 ലക്ഷം രൂപയെല്ലാം വാങ്ങിയെടുത്തു എന്നുള്ള പുതിയ ഒരു കഥ അവർ തന്നെ പറയുന്നു. അതാ ജൂനിയർ അഭിഭാഷകന് മാത്രം അറിയുന്ന കാര്യമാണ്. അയാൾ അത്രയും തുക തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഹീസ് റെസ്പോൺസിബിൾ ടു പേ ബാക്ക് ദ എമൗണ്ട്. അപ്പോൾ എൻ്റെ ഓഫീസിൽ നിന്നുകൊണ്ട് എൻ്റെ കക്ഷികളിൽ നിന്നും ഞാൻ അറിയാതെ ലക്ഷങ്ങൾ തട്ടിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് ആ അഭിഭാഷകൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ അദ്ദേഹം അഭിഭാഷകനാണെന്ന് പോലും സംശയിച്ചു പോകുന്നു. ഇതെല്ലാം അന്വേഷണം നടത്തേണ്ടത് ബാർ കൗൺസിലും അതുപോലെ ഇന്ത്യൻ ബാർ കൗൺസിലും കേരള ബാർ കൗൺസിലും ആയി ബന്ധപ്പെട്ടുള്ള ആളുകളാണ്. നോക്കൂ, ഒരു ജൂനിയർ അഭിഭാഷകനെ അവരുടെ വീട്ടിലെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചോ അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചോ അല്ലെങ്കിൽ കോളേജ് ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചോ നമുക്ക് ഇവിടെ ജൂനിയർ അഭിഭാഷകനായി വെക്കാൻ പറ്റില്ല. അവർ പറയുന്നത് വിശ്വസിക്കുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം സീനിയർ പോലും അറിയാതെ കക്ഷികളിൽ നിന്ന് ഒരുപാട് തുക തട്ടിയെടുക്കുക, ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ആ ഗൂഢാലോചന പിന്നിൽ ആരൊക്കെയാണ്, അതാണ് പുറത്തു കൊണ്ടുവരേണ്ടത്. ഈ സ്ത്രീ ഇവിടെ എൻ്റെ ജൂനിയർ അഭിഭാഷകരുടെ മുന്നിൽ വെച്ചും എൻ്റെ ലേഡി സ്റ്റാഫിൻ്റെ മുന്നിൽ വെച്ചും നിങ്ങളിൽ നിന്ന് പൈസ എങ്ങനെ വാങ്ങിക്കാൻ സാധിക്കും, അതിനുള്ള അഭിഭാഷകരും മറ്റു ആളുകളും എൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗൂഢസംഘത്തിൻ്റെ വ്യാപ്തി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതനുസരിച്ച് അവർ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ അവർ പോകുമെന്ന ഞാൻ ഇവിടെ നിന്ന് അവർ ബഹളമുണ്ടാക്കിയപ്പോൾ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ ഇവിടെ ഭീഷണിപ്പെടുത്തി ഒരു സ്ത്രീ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് എന്നും ആ സ്ത്രീയുടെ പേര് ഇന്നതാണ് എന്നും ഒരു കുട്ടിയോടൊപ്പമാണ് വന്നത് എന്നും എനിക്ക് എതിരായി പീഡന കേസുകളോ അല്ലെങ്കിൽ ചെറിയ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കേസുകളൊക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട്, ചീറ്റിംഗ് കേസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. അതിനുള്ള ത്രെട്ടുമായിട്ടാണ് അവർ പോയത് എന്നുള്ള കാര്യം ഞാൻ പോലീസ് സ്റ്റേഷനെ വിളിച്ച് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതനുസരിച്ച് ഒരു കംപ്ലൈൻറ്റും പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരുന്നു. ഞാൻ അവിടെ ചെന്നു, എന്നെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇത്രയുമായ തുക ഞാനൊന്നും കൈപ്പറ്റിയിട്ടില്ല, അങ്ങനെ അവരാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് അത് കരസ്ഥമാക്കട്ടെ. പിന്നെ അവരും അവരുടെ ഹസ്ബൻഡുമായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. ഇപ്പോൾ ഹസ്ബൻഡിനെ ഒഴിവാക്കി ഇവർ ഒറ്റയ്ക്ക് വരുന്നതിൻ്റെ ഉദ്ദേശവും എന്താണ്? അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യം പരാതി കൊടുത്ത സ്ത്രീയും ഈ സ്ത്രീയും അവരുടെ ചാർച്ചക്കാരും അവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഭർത്താവും അടങ്ങുന്ന ഒരു വലിയ സംഘം, അത് ഈ പറയുന്ന ജൂനിയർ അഭിഭാഷകരെ ഞാൻ പുറത്താക്കിയതുകൊണ്ട് അവരടക്കമുള്ള ഒരു ഗൂഢാലോചനാ സംഘം എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു.